റൂബിൻ മരിച്ചിട്ടില്ല. ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ജീവന്റെ വില എന്താണെന്ന് അറിയാമോ? സൂക്ഷിച്ചു നോക്കണ്ട കേട്ടോ. ഞാൻ എപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റെസ്റ്റ് ഇൻ പീസും ബാഷ്പാഞ്ജലികളൊക്കെ സ്വീകരിക്കേണ്ടി വന്ന എൻ്റെ ഒരു അവസ്ഥയെ. പക്ഷെ എന്നാലും ആരോടും എനിക്ക് പരിഭവമൊന്നുമില്ല, സ്നേഹം കൊണ്ടല്ലേ. ഇനി ഞാൻ മരിച്ചെന്ന് കരുതി കമന്റ് ഇട്ട് എല്ലാവരും പോയി അതൊന്ന് ഡിലീറ്റ് ചെയ്തേക്കുക കേട്ടോ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലേ ചെയ്തു തീർക്കാൻ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാതെ കൈവീശി അങ്ങ് പോകാൻ പറ്റില്ലല്ലോ അല്ലേ. അതുപോലെ മരണം എന്നത് ജീവിതത്തിൽ ഒറ്റ തവണ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ ചത്ത് ജീവിക്കാൻ വയ്യ. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും പൂർണ്ണമായി തന്നെ ജീവിക്കുക, മരിച്ച് ജീവിക്കാതെ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഓടിപ്പോയി കയറും കത്തിയും വിഷവും ആസിഡും ഒക്കെ എടുക്കാൻ പോകുന്നവരറിയുന്നുണ്ടോ ജീവന്റെ വില എന്താണെന്നുള്ളത്? ഇനി ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ വെറുതെ ഒന്ന് ക്യാൻസർ വാർഡിൽ ഒന്ന് കറങ്ങി നോക്കുക. ദാനം കിട്ടിയ ജീവൻ നിലനിർത്താൻ ഓരോരുത്തരും പെടുന്ന കഷ്ടപ്പാട് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതേ ഇവിടെ എൻ്റെ സിസ്റ്റർ ഉണ്ട് ആഫ്രിക്ക. എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്ന് പറയാമോ, റൂബിൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടല്ലേ. റൂബിൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട്.